السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ പണ്ഡിതന്മാരെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെയും പോഷക ഘടകങ്ങളുടെയും കർമ്മോത്സകരായ പ്രവർത്തകരെ, ഭാരവാഹികളെ, മഹത്തായ ഈ പരിപാടി ശ്രദ്ധിക്കുന്നതിനും വീക്ഷിക്കുന്നതിനും അറിയുന്നതിനുമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ പ്രവർത്തനങ്ങളെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. സലഫി പ്രസ്ഥാനത്തിൻ്റെ അജയ്യതയെ ഒരിക്കൽ കൂടി സമൂഹത്തിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ആഗോള അടിസ്ഥാനത്തിൽ നിരവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യ പോലെയുള്ള മഹാരാജ്യത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ ഉന്മൂലം ഇവിടെ ഇല്ലായ്മ ചെയ്ത് കളയാമെന്ന വ്യാമോഹത്തോടുകൂടെ ഒരു കൂട്ടം ആളുകൾ ചില നിയമനിർമ്മാണങ്ങളും ചില പ്രകോപനപരമായ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടും ചിലയിടങ്ങളിൽ മുസ്ലിമീങ്ങളെ ആക്രമിച്ചും ദേഹോപദ്രവം നടത്തിക്കൊണ്ടുമെല്ലാം പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത്. മുസ്ലിം സമുദായത്തിൻ്റെ സമ്പത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു കൂട്ടം ആളുകൾ. വേറെ ചിലരാണെങ്കിൽ ഈ സമുദായത്തെ എങ്ങനെയെല്ലാം അവഹേളിക്കാമോ ആക്ഷേപിക്കാമോ അത്തരത്തിൽ ആക്ഷേപങ്ങളുടെയും അവഹേളനങ്ങളുടെയും വാക്കുകളുമായും കൂരമ്പുകളുമായും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ആളുകൾ. ബാലിശമായ വാക്കുകൾ കൊണ്ടാണെങ്കിലും അതുകൊണ്ട് നമ്മളെ കൊത്തിനോവിക്കാനാകും എന്ന ഒരു മോഹമാണ് അവരുടെ മനസ്സിലുള്ളത്. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്ന ഒരു കാലഘട്ടം. വിശുദ്ധ ഖുർആൻ ആ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്. ലതുബലവുന്ന ഫീ അംവാലിക്കും വ അൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ശരീരങ്ങളിലും തീർച്ചയായും നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. സമ്പത്തിലുള്ള പരീക്ഷണവും ശരീരങ്ങളിലുള്ള പരീക്ഷണവും എന്ന് പറഞ്ഞാൽ ദേഹോപദ്രവവും ഉണ്ടാകും. നമ്മുടെ സമ്പത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇവിടെ ഉണ്ടായിരിക്കും. അതിൻ്റെ ഉദാഹരണങ്ങളൊന്നും ഞാൻ ഇവിടെ വ്യക്തമാക്കി പറയേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയ അടക്കമുള്ള മാധ്യമങ്ങൾ യഥാവിധി ഉപയോഗിക്കുന്ന ആളുകളും ഉത്ബുദ്ധരായ ആളുകളുമാണ് ഇവിടെ കൂടിയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ശാരീരികമായ പ്രയാസങ്ങൾ, ഉപദ്രവങ്ങൾ അതും ഉണ്ടാകും. അത് കഴിഞ്ഞ അല്ലാഹു പറഞ്ഞ കാര്യം, വല തസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വമിനല്ലദീന അശ്റകൂ, നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളിൽ നിന്നും ശിർക്ക് ചെയ്യുന്ന ചില ആളുകളിൽ നിന്നും നിങ്ങൾ കേൾക്കേണ്ടി വരും. ഖുർആന്റെ പ്രയോഗം അത്രയും കൃത്യമാണ്. നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകൾ, അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ചിലരിൽ നിന്ന് കേൾക്കേണ്ടി വരും.
വമിനല്ലദീന അശ്റകു, ശിർക്കിന്റെ ആളുകൾ, അതിന്റെ പ്രചാരകരായ ആളുകൾ, അവരിൽ നിന്നും കേൾക്കേണ്ടി വരും അദൻ കസീറ, ഒരുപാട് പ്രയാസമുള്ള വർത്താനങ്ങൾ കേൾക്കേണ്ടി വരും. ഈ സമയത്തൊക്കെ നിങ്ങൾ ക്ഷമിക്കുകയും വഇൻ തസ്ബിറൂ വതത്തഖൂ, നിങ്ങൾ ക്ഷമിക്കുകയും തഖ്വയോടെ ജീവിക്കുകയും ചെയ്താൽ. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതെ ഒരു ഭാഗത്തിരിക്കുക എന്നല്ല. ക്ഷമയുടെ അർത്ഥം അവിടെ ഇതെല്ലാം കേൾക്കുമ്പോഴും ഇതെല്ലാം അനുഭവിക്കുമ്പോഴും ഇത്തരം വിഷയങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴും സംയമനത്തോടുകൂടെ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കുക എന്ന് തന്നെയാണ്. അത് ചെയ്താൽ തഖ്വ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം, ഇതിന്റെ പിന്നിലെല്ലാം അള്ളാഹു എന്താണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്ന തിരിച്ചറിവുണ്ടാവുകയും ചെയ്താൽ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അതൊരു ദൃഢമായ തീരുമാനമാണ്. അപ്പൊ ആ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് സമുദായം പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുമെന്ന് തന്നെയാണ്. പ്രശ്നങ്ങൾ ഒഴിഞ്ഞ ഒരു കാലഘട്ടം മുസ്ലിം ഉമ്മത്തിന് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിന്റെ അങ്ങോളം മുതലെടുത്താൽ, മുസ്ലിം സമുദായത്തിന്റെ ചരിത്രത്തിന്റെ അങ്ങേയറ്റം മുതലെടുത്താൽ, അതിൽ ഏത് കാലഘട്ടത്തിലാണ് മുസ്ലിമീങ്ങൾ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാതെ കഴിഞ്ഞു പോയിട്ടുള്ളത്? എല്ലാ കാലഘട്ടവും മുസ്ലിമീങ്ങൾ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച കാലഘട്ടം തന്നെയാണ്. എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾക്ക് ഈ പ്രതിസന്ധി? അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമുക്കുള്ള പ്രതിസന്ധിയുടെ കാരണം നമ്മളുടെ ആദർശം അത്രമാത്രം അജയ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് അല്ലാഹു തആല തന്നിരിക്കുന്ന മഹിതമായ ഒരു ആദർശം, അതിന്റെ അജയ്യത കൃത്യമായി ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഇത്രയും വിമർശനങ്ങളും എതിർപ്പുകളും ശത്രുതയും പകയും ഗൂഢാലോചനയും ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിറഞ്ഞു നിന്നിട്ടും ഇസ്ലാമിലേക്കുള്ള ഒഴുക്കിന് ഒരു കുറവുണ്ടായിട്ടില്ല. ഇസ്ലാമിനെ വിമർശിച്ച് നടന്ന ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ഇസ്ലാമിനെ ആക്ഷേപിച്ച ആളുകൾ ഇസ്ലാമിനെ പറ്റി പ്രശംസിച്ചു പറയുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ളതായ ഒരു മാറ്റം അത് അനുഭവിക്കുന്ന മതം, ഏകമതം, അത് ഇസ്ലാം മതം മാത്രമാണ്. മുസ്ലിമീങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ 1%, മുസ്ലിമീങ്ങളെ പറ്റി നടത്തുന്ന ഗൂഢാലോചനകളുടെ 1%, മുസ്ലിമീങ്ങൾ അഭിമുഖീകരിക്കുന്ന വേദനകളുടെ 1%, മുസ്ലിമീങ്ങളല്ലാത്ത ഇതര മതത്തിൽപ്പെട്ട ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അനുഭവിക്കേണ്ടി വന്നാൽ ആ മതം തന്നെ ഇവിടെ ഉണ്ടാകില്ല. അത്രമാത്രം ശക്തമാണ് നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നങ്ങൾ ഒഴിഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശത്തെ പോറ്റിക്കൊണ്ട് നടക്കുക എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യമല്ല. പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ആദർശത്തെ പറ്റി പറയേണ്ടത്. നാം അറിയേണ്ട കാര്യം, മറ്റുള്ളവർക്കില്ലാത്തതും നമുക്ക് മാത്രം പ്രത്യേകമായ 3 കാര്യങ്ങളുണ്ട്. മറ്റുള്ള ആളുകൾക്കതില്ല. അത് നമുക്ക് മാത്രം പ്രത്യേകമായതാണ്. നമ്മുടെ ആദർശത്തിന്റെ പ്രധാനമായ കരുത്ത് ആ 3 കാര്യങ്ങളിൽ അധിഷ്ഠിതമാണ്. അതിൽ ഒന്നാമത്തേത് ശുദ്ധമായ തൗഹീദാണ്. രണ്ടാമത്തേത് നമ്മുടെ വിധിയിലുള്ള വിശ്വാസമാണ്. മൂന്നാമത്തേത് നമ്മുടെ പരലോകത്തിലുള്ള വിശ്വാസമാണ്. ഈ 3 കാര്യങ്ങൾ നമുക്ക് എത്രമാത്രം ദൃഢമാകുന്നുവോ അത്രമാത്രം നമ്മൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായിത്തീരും. ഈ 3 കാര്യങ്ങളിൽ നമുക്ക് വീഴ്ച സംഭവിക്കുമ്പോഴാണ് നമ്മൾ പലതരത്തിലും പതറിപ്പോകുന്നത്, പല പ്രശ്നങ്ങളിലേക്കും വീണ്ടും വീണ്ടും പോകുന്നത്. ഇത് ആർക്കറിയാം? ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നന്നായിട്ടറിയാം. ഇസ്ലാം വിമർശകർക്ക് നന്നായിട്ടറിയാം. നമ്മുടെ ആദർശത്തിൽ മുസ്ലിം സമുദായത്തിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പാകത്തിന് കരുത്തു നൽകുന്നത് ഈ 3 കാര്യങ്ങളാണ് എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മളെ അത്തരത്തിൽ തകർക്കാനുള്ള പ്രവർത്തനങ്ങളും ചിന്തകളുമായി അവർ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്.
അതിൽ ഒന്നാമത് പറഞ്ഞതാണ് തൗഹീദ്. നമ്മുടെ ആദർശത്തിന്റെ അടിത്തറയാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ തൗഹീദ് ഇല്ലാതെയാക്കിയാൽ മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വരുന്ന ആപത്താണ് ശിർക്ക്. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഇവിടെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ചെയ്തപ്പോൾ മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ട ആളുകൾ ചില പുരോഹിതന്മാരുടെ വാര് പിടിച്ചു നടന്നതിന്റെ പേരിൽ ആ ആപത്തിലേക്ക് കൂപ്പുത്തി വീഴുകയുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ കരുത്തെന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പ്രബോധന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കാനും പ്രവാചകനെ ചില ദൗത്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുവാനും അവർ തീരുമാനിച്ചുകൊണ്ട് ഉത്ബത്ത് ബിൻ റബീഅ എന്നൊരു വ്യക്തിയെ പറഞ്ഞയക്കുകയുണ്ടായി. ഉത്ബത്ത് ബിൻ റബീഅ എന്ന് പറഞ്ഞാൽ മക്കയിലെ അതിസമ്പന്നനാണ്. മക്കയിലെ അതിസമ്പന്നൻ മാത്രമല്ല, മക്ക മുതൽ ത്വായിഫ് വരെ നീണ്ടു കിടക്കുന്ന വിശാലമായ തോട്ടത്തിന്റെ ഉടമയാണ് അയാൾ. അതിസമ്പന്നനായ ഉത്ബത്ത് ബിൻ റബീഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വളരെ സ്നേഹത്തോടു കൂടെ വന്ന് പറഞ്ഞ ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ അറിയണമെങ്കിൽ അതിലെ പ്രയോഗങ്ങൾ നാം ശ്രദ്ധിച്ചാൽ മതി. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യബ്ന അഖീ ഇന്നക മിന്നാ, എന്റെ പ്രിയപ്പെട്ട സഹോദരപുത്ര. അറബികൾ അങ്ങനെ വിളിക്കുന്നത് വാത്സല്യം ഉണ്ടാകുമ്പോഴാ, സ്നേഹമുണ്ടാകുമ്പോഴാണ്. ശത്രുതാ മനോഭാവത്തോടു കൂടിയല്ല ഉത്ബത്ത് ബിൻ റബീഅ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നത്. സഹോദരപുത്ര, ഇന്നക മിന്നാ, നീ നമ്മുടെ ആളാണ്. നമ്മളൊക്കെ ഒന്നല്ലേ, ഒരേ കുടുംബത്തിൽപ്പെട്ട ഒരേ നാട്ടിലുള്ള ആളുകൾ. പക്ഷേ നീ നിന്റെ ജനതയുടെ ഇടയിൽ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു വലിയ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. അതേതാ വിഷയം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ വലിയൊരു വിഷയവുമായിട്ടാണ് വന്നത്. ഇന്ന് സലഫി ആദർശവുമായി ഇവിടെ പ്രബോധനം നടത്തുന്ന ഓരോ സലഫികളും ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന അതേ വിഷയങ്ങൾ തന്നെയാണ് അന്ന് ഉത്ബത്ത് ബിൻ റബീഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. സലഫിയത്തിന്റെ അജയ്യത ചർച്ച ചെയ്യുമ്പോൾ ഈ സംഭവത്തിന് വലിയ പ്രസക്തിയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഇന്നക ഖദ് അതൈത ഖൗമക ബിഅംരിൻ അദീം. നിന്റെ സമൂഹത്തിന്റെ മുമ്പിൽ നീ വലിയൊരു വിഷയവുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആ വിഷയം നീ കൊണ്ടുവന്നതിന്റെ പേരിൽ ഫറഖ്ത ബിഹി ജമാഅതഹും, അവർക്കിടയിലുള്ള ഐക്യം നീ തകർത്തു. എന്താ കൊണ്ടുവന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ അവർക്കിടയിലുള്ള ഐക്യം നീ തകർത്തു. വസഫിഖ്ത ബിഹി അഹ്ലാമഹും, അവരിലെ വിവേകശാലികളെ നീ വിഡ്ഢികളാക്കി, പൊട്ടന്മാരാക്കി, അല്ലേ? മഹാത്മാക്കളെ മോശക്കാരാക്കി ചിത്രീകരിച്ചു. വഇബ്ത ബിഹി ആലിഹതഹും വദീനഹും, അവരുടെ വിശ്വാസത്തെയും അവരുടെ ആദർശത്തെയും നീ അപമാനിച്ചു. വകഫർത ബിഹി മമ്മളാ മിൻ ആബാഇഹിം, ഇതിലൂടെ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ കാഫിറും മുശ്രിക്കുമാക്കി നീ. ഏതാദർശം പറഞ്ഞതിന്റെ പേരിൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ. കേരളത്തിലെ ഓരോ സലഫി പ്രവർത്തകനും സലഫി ആദർശവുമായി ഇറങ്ങുമ്പോൾ ഇതര പ്രസ്ഥാനത്തിന്റെ ആളുകളിൽ നിന്നും കേൾക്കുന്നതും ഇതേ വർത്താനം തന്നെയാണ്. 1924 സ്ഥാപിതമായ ഒരു ആദർശത്തിന്റെ പ്രബോധന പ്രവർത്തനം, ആ പ്രബോധന പ്രവർത്തനവുമായി മുന്നോട്ട് പോയ ആ കാലം മുതൽ ഇപ്പോൾ കേരളത്തിലെ മുസ്ലിമീങ്ങൾ പുതിയതായി കേൾക്കുന്ന വർത്തമാനമല്ല ഇത്. എന്ന് പറഞ്ഞു നോക്കുന്നു, ചിന്തിച്ചു നോക്ക്. നമ്മുടെ ആളുകൾ ചെല്ലുമ്പോൾ പറയുന്ന വർത്താനല്ലേ, ഇതൊരു പുതിയ ആദർശമാണ്, ഇതിലൂടെ ഞങ്ങൾക്കിടയിൽ ഐക്യം തകർത്തു. കേരളീയ മുസ്ലിമീങ്ങൾക്കിടയിൽ എവിടെ ഐക്യമുണ്ടായിട്ടുള്ളത്? 1924 മുമ്പുള്ള കേരളീയ മുസ്ലിമീങ്ങളുടെ ചരിത്രമെന്ന് വായിച്ചാൽ മുസ്ലിമീങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ഐക്യമുണ്ടായിരുന്നു എന്നാണ് ഇന്ന് ചില ആളുകൾ പറയുന്നത്. എന്നാൽ മുസ്ലിമീങ്ങൾ അന്ന് ഐക്യത്തിലല്ലായിരുന്നു. പലതരത്തിൽ വിഭാഗീയ ചിന്താഗതിയുമായി പല തരീഖത്ത് പ്രസ്ഥാനത്തിന്റെ ഷെയ്ഖുമായി ചേർന്നുകൊണ്ട് അവർ പല ഗ്രൂപ്പുകളായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത്, നിങ്ങൾ വന്നതിന് ശേഷമാണ്
ഞങ്ങൾക്കിടയിലുള്ള ഐക്യം തകർത്തത്. അതുപോലെ തന്നെ ഞങ്ങളുടെ മഹാത്മാക്കളെ, മുൻഗാമികളായ ആളുകളെ, ഞങ്ങളുടെ പണ്ഡിതന്മാരെ, ശൈഖുമാരെ, തങ്ങന്മാരെ നിങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. മഹാത്മാക്കളെ തള്ളിപ്പറയുന്നവരാണ് സലഫികൾ, മുജാഹിദുകൾ. അതുപോലെ ഞങ്ങളുടെ ആദർശത്തെ അപമാനിക്കുന്നവരാണ്. ഞങ്ങളുടെ കാരണവന്മാരെ, മുൻഗാമികളെ കാഫിറും മുശ്രിക്കുകളുമാക്കുന്നവരാണ് നിങ്ങളെന്നാ നമ്മളെ പറ്റി ഇപ്പോഴും പറയുന്നത്. അത് തന്നെയാണ് ഉത്ബത്ത് ബിൻ റബീഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പറഞ്ഞത്. ഇത് കേട്ടു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യബ്ന അഖി, ഇതൊക്കെ തന്നെയാണെങ്കിലും ഇന്നമാ തുരീദു ബിമാ ജിഅത ബിഹി, നീ കൊണ്ടുവന്ന ഈ ആദർശം കൊണ്ട്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് സമ്പത്താണ് എങ്കിൽ ജമഅനാ ലക മിൻ അംവാലിനാ ഹത്താ തകൂന അക്സറനാ മാല, ഞങ്ങൾ നിനക്ക് വേണ്ടി സമ്പത്ത് എത്ര വേണമെങ്കിലും ഒരുമിച്ച് കൂട്ടാം. ഉത്ബത്ത് ബിൻ റബീഅ അത് പറയുമ്പോൾ അതിന് പ്രസക്തിയുണ്ട്. സമ്പന്നനാണ് അയാൾ. നിനക്ക് വേണ്ടി എത്ര സമ്പത്ത് വേണമെങ്കിലും തരാം. അതല്ല വഇൻ കുന്ത തുരീദു ബിഹി ശറഫൻ, നീ ഇതുകൊണ്ടൊരു പദവിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സവ്വദ്നാക അലൈനാ, ഞങ്ങളുടെ നേതാവാക്കി നിന്നെ തെരഞ്ഞെടുക്കാം. അതല്ല വഇൻ കുന്ത തുരീദു ബിഹി മുൽക്കൻ മല്ലഖ്നാക അലൈനാ, അധികാരമാണ് എങ്കിൽ ഞങ്ങളുടെ രാജാവാക്കാം. ഇനി അതല്ല, ഇത് മൂലം നീ ഒരു രോഗം വന്നിട്ടാണ് ഇത് പറയുന്നതെങ്കിൽ നിന്റെ രോഗം മാറാനുള്ള ചികിത്സയ്ക്കുള്ള സമ്പാദ്യം ഞങ്ങൾ കണ്ടെത്തിക്കൊള്ളാം. ഇതിൽ നിന്നും പിന്മാറണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശക്തിയും കരുത്തും എന്താണ് എന്ന് ഈ സംഭവം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അവരോട് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശം എന്തായിരുന്നു? അതിനകത്തുള്ള ആശയം എന്തായിരുന്നു? ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അതാണല്ലോ അതിനർത്ഥം. ആരാധന വേണമെന്ന് വാദിക്കുന്ന ആളുകളാണ് അവർ. ആരാധന വേണ്ട എന്ന് പറഞ്ഞവരല്ല. അല്ലാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് അവർ. അല്ലാഹു റബ്ബാണെന്ന് അവർക്കറിയാം. വലഇൻ സഅൽതഹും മൻ ഖലഖ അസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച ഖാലിഖ് ആരാണെന്ന് ചോദിച്ചാൽ അല്ലാഹയാണെന്ന് പറയും. വലഇൻ സഅൽതഹും മൻ റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ റബ്ബാരാണ്, രക്ഷിതാവാരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ് എന്ന്. വമൻ ബിയദിഹിൽ മലകൂതു കുല്ലി ഷൈഇ, എല്ലാ വസ്തുക്കളുടെയും എല്ലാത്തിന്റെയും അധികാരം ആരുടെ കയ്യിലാ? അവർ പറയും അല്ലാഹുവാണെന്ന്. ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം ആർക്കാണ്? വമൻ യുദബ്ബിറുൽ അംർ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനാരാ? അവർ പറയും അല്ലാഹുവാണെന്ന്. മഴ പെയ്യിപ്പിക്കുന്നവൻ ആരാ? അവർ പറയും അല്ലാഹുവാണെന്ന്. റിസ്ഖ് തരുന്നവൻ, അന്നം തരുന്നവൻ ആരാ? അല്ലാഹുവാണെന്ന് അവർ പറയും. ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ ആരാ? അല്ലാഹുവാണെന്ന് അവർ പറയും. ഇതൊക്കെ പറഞ്ഞ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ അത് ഒരു പിന്തിരിപ്പൻ വാദമായും, സമൂഹത്തിൽ അനൈക്യത്തിന്റെ വിത്ത് പാകിയ വാദമായും, മഹാത്മാക്കളെ തള്ളിപ്പറഞ്ഞ വാദമായും, പൂർവ്വ പിതാക്കന്മാരെ അപമാനിച്ച വാദമായും എങ്ങനെ അവർക്ക് അനുഭവപ്പെട്ടു? അവരുടെ ഇടയിൽ ഒരു വിചിത്ര വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്തായിരുന്നു അവരുടെ ഇടയിലുള്ള വിചിത്ര വിശ്വാസം? അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, അവരുടെ പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും റഹ്മാനായ അല്ലാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ സാധാരണക്കാരായ നമുക്ക് അധികാരമില്ല എന്നൊരു വിശ്വാസം. ആ വിശ്വാസം ഇന്നും നമ്മുടെ ഇടയിലില്ലേ? മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലില്ലേ? ഇവിടെ തൊട്ടടുത്ത് കിടക്കുന്ന ഭീമാ പള്ളിയിലേക്ക് ഉമ്മച്ചയുടെ ബറക്കത്തും തേടിക്കൊണ്ട് പോകുന്നത് ഏതർത്ഥത്തിലാണ്? ഏതർത്ഥത്തിലാ? അവർക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന വിശ്വാസത്താൽ അല്ലേ? കല്ലടി മസ്താന്റെ ജാറത്തിലേക്ക് ബീഡിയും തീപ്പെട്ടിയും നേർച്ചയാക്കുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാ? അവിടെ കിടക്കുന്ന കല്ലടി മസ്താൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന വിശ്വാസത്താൽ. അള്ളാഹിനോട് ഞങ്ങൾക്ക് നേരിട്ട് ചോദിക്കാൻ കഴിയില്ല, അവര് മുഖേന ചോദിച്ചാൽ അല്ലാഹു തആല ഞങ്ങൾക്ക് ഉത്തരം തരും എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ കേരളത്തിനകത്തും പുറത്തുമുള്ള ആയിരക്കണക്കിന് ജാറങ്ങളിൽ കിടക്കുന്ന മഹാത്മാക്കളും അല്ലാത്തവരുമായ ആളുകളെ ഇടയാളന്മാരാക്കിയും അല്ലാതെയും വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാ? അള്ളാഹിനോട് നേരിട്ട് ചോദിക്കാൻ നമുക്ക് പറ്റില്ല.
അള്ളാഹു നമുക്കൊരു കാര്യം നടപ്പിലാക്കി തരണമെങ്കിൽ ഈ മഹാത്മാക്കൾ മുഖേനയെ നടപ്പിലാക്കി തരാൻ കഴിയുകയുള്ളൂ. ആ വിശ്വാസത്തിലാണല്ലോ ലാത്തയെ കഅബയിൽ പ്രതിഷ്ഠിക്കേണ്ടി വന്നത്. അംർ ഇബ്നു ലുഹൈ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രബോധന കാലഘട്ടത്തിന്റെ മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് അംർ ഇബ്നു ലുഹൈ. അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ അംർ ഇബ്നു ലുഹൈന്റെ ചരിത്രം കൃത്യമായി പറയുന്നുണ്ട്. അംർ ഇബ്നു ലുഹൈന്റെ പ്രധാനപ്പെട്ട സ്വഭാവം എന്തായിരുന്നു? യാത്ര ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. പല രാജ്യങ്ങളും സന്ദർശിക്കും, പല യാത്രകളും ചെയ്യും. ആ യാത്രകളിലെല്ലാം കൗതുകകരമായി കാണുന്ന കാര്യങ്ങളെ ശേഖരിച്ചു വെക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. എല്ലാ കാലഘട്ടത്തിലും അംർ ഇബ്നു ലുഹൈന്റെ പിന്മുറക്കാരുണ്ട്. കൗതുകകരമായ കാര്യങ്ങളെ ശേഖരിച്ചു വെക്കും. ഇന്ത്യയിലടക്കം സന്ദർശിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അംർ ഇബ്നു ലുഹൈ ഒരു വിചിത്രവാദം ആ സമൂഹത്തിന്റെ മേൽ ഉന്നയിച്ചു. അതെന്തായിരുന്നു? നമുക്ക് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ കഴിയില്ല. എന്താ അതിന്റെ കാരണം? അള്ളാഹു റഹ്മാൻ അല്ല. അള്ളാഹു റഹ്മാൻ അല്ല. എന്താ റഹ്മാൻ അല്ലാത്തതിന്റെ കാരണം? റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമദയാലു എന്നല്ലേ അതിനർത്ഥം? അള്ളാഹു പരമദയാലുവായിരുന്നുവെങ്കിൽ നമ്മൾക്ക് രോഗം വരുമായിരുന്നോ? സാമ്പത്തിക നഷ്ടമുണ്ടാകുമായിരുന്നോ? നമ്മുടെ നാടിനെ ക്ഷാമം ബാധിക്കുമായിരുന്നോ? നമ്മുടെ മക്കൾ മരണപ്പെടുമായിരുന്നോ? പലതരത്തിലുള്ള പ്രതിസന്ധികളെ നമ്മൾ അഭിമുഖീകരിക്കുമായിരുന്നോ? എന്തെല്ലാം പ്രശ്നങ്ങളെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ഇതൊക്കെ തരുന്നവൻ അല്ലാഹുവാണ്. അവനെങ്ങാനും റഹ്മാനായിരുന്നുവെങ്കിൽ, പരമദയാലുവായിരുന്നുവെങ്കിൽ ഇതൊന്നും നമുക്ക് തരാൻ പാടില്ലല്ലോ. സാധുക്കളായ ആളുകൾ അത് വിശ്വസിച്ചു. ഇബ്രാഹിമി മില്ലത്ത് അനുസരിച്ച് ജീവിച്ച ആളുകളാണ്. ഹനീഫി മതത്തിന്റെ ആളുകൾ എന്ന പേരിലാണ് അവരെ അറിയപ്പെട്ടത്. ആ ആളുകൾ AD 410 മുതലുള്ള ചരിത്രമാണിത്. ആ ആളുകൾ ഈ വിശ്വാസവുമായി ജീവിക്കവേ ആ വിശ്വാസത്തിന്റെ ഇടയിലാണ് അംർ ഇബ്നു ലുഹൈ കൊണ്ടുവന്ന് പറഞ്ഞത് അല്ലാഹു റഹ്മാനല്ല. പരിശുദ്ധ ഖുർആനിൽ ആ ഭാഗത്തിന് സൂചന പറയുന്നുണ്ട്. വഹും യക്ഫുറൂന ബിർറഹ്മാൻ, അവർ റഹ്മാനെ നിഷേധിച്ച ആളുകളാണ്. വഇദാ ഖീല ലഹും ഉസ്ജുദൂ ലിർറഹ്മാൻ, റഹ്മാന് നിങ്ങൾ സുജൂദ് ചെയ്യൂ എന്നവരോട് പറയപ്പെട്ടാൽ അവര് പറയും അനസ്ജുദു ലിമ തഅമുറുന, നീ പറയുന്ന ആളുകൾക്കെല്ലാം ഞങ്ങൾ സുജൂദ് ചെയ്യണോ? ഏതാ ഈ റഹ്മാൻ? ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കറിയുന്ന റഹ്മാൻ എന്ന് പറഞ്ഞാൽ യമാമയുടെ ഭരണാധികാരിയായ ഒരു റഹ്മാനുണ്ട്. മക്കയിൽ ക്ഷാമമുണ്ടാകുമ്പോൾ, മക്കയിൽ പ്രയാസമുണ്ടാകുമ്പോൾ മക്കക്കാർക്ക് എല്ലാ തരത്തിലും സഹായം ചെയ്തു തരുന്ന യമാമയുടെ റഹ്മാൻ, അതാണ് അവർക്കറിയുന്ന റഹ്മാൻ. അത് പറയാനുള്ള കാരണം അംർ ഇബ്നു ലുഹൈന്റെ ഈ വാദത്തിൽ നിന്നാണ്. അപ്പോൾ അവരിൽ നിന്നൊരു ചോദ്യം ഉയർന്നു. അങ്ങനെയാണ് എങ്കിൽ ഞങ്ങളുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും ഞങ്ങൾ ആരോട് പറയും? അല്ലാഹു റഹ്മാനല്ലോ. റഹ്മാനല്ലാത്ത ഒരാളോട്, ദയാലുവല്ലാത്ത ഒരാളോട് എങ്ങനെ അവതരിപ്പിക്കും? അതിന്റെ പ്രതിവിധിയാണ് അംർ ഇബ്നു ലുഹൈ പറഞ്ഞത്, മഹാത്മാക്കൾ മുഖേന അവതരിപ്പിക്കാം. മഹാത്മാക്കൾ മുഖേന അവതരിപ്പിക്കാമെന്ന ആശയം ജാഹിലിയ്യ സംസ്കാരത്തിന്റെ വിത്ത് പാകുന്നത് അംർ ഇബ്നു ലുഹൈയാണ്. അതിൽ നിന്നാണ് ജാഹിലിയ്യത്ത് മുഴുവനും വളർന്നു പന്തലിച്ചിട്ടുള്ളത്. അപ്പൊ അല്ലാഹ് അല്ലാത്തവരെ വിളിക്കുക എന്നൊരു വിശ്വാസം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അള്ളാഹിനെയും ആരാധിക്കാം, അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കാം. അള്ളാഹിനോടും ദുആ ചെയ്യാം, അള്ളാഹു അല്ലാത്തവരോടും ദുആ ചെയ്യാം. അവർക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ, കഷ്ടപ്പാട് ശക്തമായി തോന്നുമ്പോൾ അവർ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചിരുന്നു. അവരുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ മിൻ ഇൻദിക, അല്ലാഹുവേ ഇതെങ്ങാനും ഈ മുഹമ്മദ് കൊണ്ടുവന്ന ആദർശമെങ്ങാനും നിന്നിൽ നിന്നുള്ള സത്യസന്ദേശമാണ്, സത്യമാണ് എങ്കിൽ ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ, ആകാശത്ത് നിന്ന് കല്ല് മഴ പെയ്യിപ്പിച്ച് നീ ഞങ്ങളെ നശിപ്പിക്കണേ അല്ലാഹ്. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന ആളുകളാണ് അവർ. അപ്പോൾ അവരുടെ ഇടയിലുള്ള വിശ്വാസം അള്ളാഹനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് പിഴച്ചവാദമാണെന്നാണ്. അള്ളാഹ് അല്ലാത്തവരെയും ഉൾപ്പെടുത്തണം, എങ്കിൽ മാത്രമാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുകയുള്ളൂ. ഈ ഒരു വിശ്വാസത്തിലല്ലേ ഇന്ന് മുസ്ലിം സമൂഹത്തിലെ ഗണ്യമായ ഒരു വിഭാഗവും ഉള്ളത്. മഹാഭൂരിപക്ഷവും ആ ഒരു വിശ്വാസം വെച്ച് പുലർത്തുകയാണ്. മഹാത്മാക്കൾ മുഖേനയെ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുകയുള്ളൂ. അതിനവർ ന്യായങ്ങൾ പറയുന്നുണ്ട്.
അള്ളാഹുവിലേക്ക് അടുക്കാൻ അവർ മാത്രമേ പറ്റുകയുള്ളൂ. മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അടുപ്പക്കാരാണ് അവർ. അതുപോലെ തന്നെ അവർ പറയും ഹഉലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകന്മാരാണ് ഇവർ. പിന്നെ അവർ പറയും ഇന്നാ വജദ്നാ അലൈഹി ആബാഅന, ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ ഏതൊരു ആദർശത്തിലാണോ ആ ആദർശമനുസരിച്ച് ഞങ്ങൾ ജീവിക്കും, മുൻഗാമികൾ ചെയ്തതുപോലെ ഞങ്ങളും ചെയ്യും. ഇന്ന് ഭീമാപ്പള്ളിയിലേക്ക് പോകുന്ന സിയാറത്തിന് പോകുന്ന ഒരു ഉമ്മയെയോ ഒരു ഉപ്പയെയോ വിളിച്ച് ചോദിച്ചു നോക്ക്, നിങ്ങൾ ഈ പോകുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാ? ഞങ്ങൾ ഉസ്താദുമാര് കാണിച്ചു തന്ന മാർഗം, ഇവർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന വിശ്വാസം. അവരോട് ചോദിച്ചാൽ പെട്ടെന്ന് മറുപടി കിട്ടും എന്നുള്ള വിശ്വാസം. ഈ 3 കാരണങ്ങളാണ് ഇന്നും പറയുന്നത്, അന്നും പറഞ്ഞിരുന്നത് അതാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ മഹിമ നാം അറിയണമെങ്കിൽ അന്നത്തെ ആളുകൾ വിശ്വസിച്ചിരുന്ന വിശ്വാസവും ഇന്നത്തെ ആളുകളുടെ വിശ്വാസവും ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതി. അല്ലാഹ് അല്ലാത്തവർക്ക് സഹായിക്കാൻ കഴിയും എന്നൊരു വിശ്വാസം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ വിശ്വാസമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏത് ഘട്ടത്തിലും സഹായിക്കാൻ അള്ളാഹു മാത്രം. മുഅ്മിൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഏത് പ്രതിസന്ധിയാണെങ്കിലും, ഏത് ബുദ്ധിമുട്ടുകളാണെങ്കിലും, ഏത് കഷ്ടപ്പാടുകളാണെങ്കിലും അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. അതാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് പറഞ്ഞത്. എന്നാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ആളുകളിൽപ്പെട്ട ആളുകൾ പറയുന്നത് പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹ് അല്ലാത്തവർക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ടെന്ന് പറയും. പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹു അല്ലാത്ത ആളുകൾ അവർ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വരുമെന്ന് പറയും. പ്രതിസന്ധി ഘട്ടത്തിൽ മഹാത്മാക്കളോട് തേടിയാൽ മതി എന്നവർ പറയും. ആ കൂട്ടത്തിൽ വിചിത്രമായൊരു വാദവുമായി കുറച്ചു കാലങ്ങളായി ചില കൂട്ടർ നമുക്കിടയിലും പ്രവർത്തിക്കുന്നു. സലഫിയത്തിന്റെ അജയ്യത മനസ്സിലാക്കി കൊടുക്കാൻ, ഈ ആദർശത്തിന്റെ ശുദ്ധി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ മുജാഹിദ് പ്രസ്ഥാനം മുജാഹിദുകൾ എന്ന പേരിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതേ ലേബലുമായി കൊണ്ട് ചില ആളുകൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അവരും മുജാഹിദുകളാണ്, പേരിൽ മുജാഹിദുകളില്ല, രജിസ്ട്രേഷനിൽ മുജാഹിദുകളില്ല. പക്ഷേ മുജാഹിദ് എന്ന പേര് ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് അവർക്ക് നിലനിൽപ്പുണ്ടാകുകയുള്ളൂ. ഏതൊരു പ്രൊഡക്റ്റ് ഒറിജിനൽ പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോഴും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുമല്ലോ, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങും. ആ ഡ്യൂപ്ലിക്കേറ്റ് പ്രസ്ഥാനവുമായി ഒരു വിഭാഗം ആളുകൾ ഊരി ചുറ്റുന്നു. അവർ പറയുന്നത് എന്താ? പ്രതിസന്ധി ഘട്ടത്തിൽ ജിന്നുകൾക്കും സഹായിക്കാൻ കഴിയും, ജിന്നുകൾക്കും സഹായിക്കാൻ കഴിയും. 2012 മുതൽ തുടങ്ങിയ ഒരു വാദം. അതിനു മുമ്പ് അതിന്റെ വിത്ത് പാകിയ ആളുകളുണ്ട്, അത് നനച്ച് വളർത്തിയെടുക്കാൻ പരിശ്രമിച്ച ആളുകളുണ്ട്. പക്ഷേ 2012 മുതൽ ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചാൽ ആ ഒരു വാദത്തിന് മറ പിടിച്ചുകൊണ്ട് എന്തെല്ലാം അപകടകരമായ വിശ്വാസം ഈ സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാക്കി. ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവർ സഹായിക്കുന്നതാണ് എന്ന് ഇവിടെ പരസ്യമായി പ്രസംഗിച്ചു. മനുഷ്യരിൽ നിന്ന് പല കാര്യങ്ങളും ജിന്നുകൾ കട്ടുകേട്ട് അത് മറ്റ് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതും പറഞ്ഞു. ഹയ്യും ഹാദിറും ഖാദിറും മുസ്ലിമുമായ ജിന്നുകളോട് അവയുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾക്ക് സഹായം തേടാം. അതും ഇവിടെ പറഞ്ഞു. ജിന്നുകൾ മനുഷ്യനെ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തും. അതും ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. യൂട്യൂബ് പരിശോധിച്ചാൽ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഒരു വിഭാഗം ആളുകളെ ആക്ഷേപിക്കുന്നതിന്റെ പേര്, അവരുടെ പേരിൽ കള്ളമുണ്ടാക്കി പറയുകയല്ല മുജാഹിദുകൾ ചെയ്യുന്നത്. അവർ വീണ്ടും പറഞ്ഞ കാര്യങ്ങളാണ്. ജിന്നുകൾ സുബഹി നമസ്കാരത്തിന് ആളുകളെ വിളിച്ചു നീപ്പിക്കും. അലാറം വെക്കേണ്ട ആവശ്യമില്ല. സുബൈക്ക് പള്ളി കിടന്നുറങ്ങുമ്പോൾ പറഞ്ഞാൽ മതി, പ്രിയപ്പെട്ട ജിന്നെ വാങ്കൊടുക്കുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണോട്ടോ, അല്ലെങ്കിൽ വാങ്കൊടുക്കണതിൻ്റെ 15 മിനിറ്റ് മുമ്പ് എന്നെ വിളിക്കണോട്ടോ എന്ന് പറഞ്ഞാൽ ജിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കും. ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ രോഗമുണ്ടാക്കും. ജിന്നുകൾ മനുഷ്യ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. എത്ര അപകടമുള്ള കാര്യമാണെന്നറിയത്. ആ വിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരാൾ മനസ്സിലാക്കണം. ആ വിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരാൾ, ഒരു ഭാര്യയും ഭർത്താവും, ഭാര്യ ഭർത്താവിനാൽ അല്ലാതെ ഗർഭിണിയായി എങ്കിൽ ഭാര്യ പറയാണ് ജിന്ന് വന്നിട്ട് ഗർഭിണിയാക്കിയതാണ് എന്ന് പറഞ്ഞ എന്ത് ചെയ്യും? ജിന്നുകൾ മനുഷ്യ സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഗർഭമുണ്ടാക്കുകയും ചെയ്യും എന്ന് പ്രസംഗിച്ച ആളുകൾ അവരിപ്പോഴും ആ വിശ്വാസത്തിലാണ്. ഞങ്ങൾക്ക് ആ വിശ്വാസം ഇല്ല.
ഇടക്കിടക്കൊക്കെ പറയും പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ. അതായത് ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞ ഈ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ആളുകൾ കുത്തുബിയത്ത് എന്ന് പറയുന്ന ഒരു കലാപരിപാടി ഇവിടെ നടത്താറുണ്ട്. കുത്തുബിയത്ത് എന്ന കലാപരിപാടിയിൽ അവരെന്ത് ചെയ്യും? 1000 വട്ടം മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കും. യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഇങ്ങനെ 1000 വട്ടം വിളിക്കും. ഈ 1000 വട്ടം വിളിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഇടും. അവർ കുറച്ചു നേരം വിശ്രമിക്കും. അതങ്ങനെ വിളിച്ച് 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 അത് നന്നായിട്ടൊന്ന് കുലുക്കും. എല്ലാത്തിനും ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് എന്നിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്തിട്ട് പറയും ഇലാഹി അന്ത മഖ്സൂദി വറിദാക മത്ലൂബി. പഠിച്ചോനെ, മൊയ്തീൻ ഷെയ്ഖിനെയാണ് വിളിച്ചെങ്കിലും ഉദ്ദേശം നിന്നെയാണ്. ഉദ്ദേശം നിന്നെയാണ്. മൊയ്തീൻ ഷെയ്ഖിനെയാണ് വിളിച്ചത് എങ്കിലും ഉദ്ദേശം നിന്നെയാണ്. ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവര്. മുസ്ലിം സ്ത്രീയുടെ ശരീരത്തിൽ ജിന്ന് കയറും. അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. അതിലൂടെ അവൾ ഗർഭിണിയാകും. ജിന്നുകൾ എല്ലാ മനുഷ്യ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിവുള്ളവരാണ് എന്നും അവസ്ഥയിലുള്ള ഗർഭസ്ഥ ശിശുവിനെ കൊല്ലാനും ഗർഭം അരസിപ്പിക്കാനും അവർക്ക് കഴിയും. പിന്നെ ഒരു മുസ്ലിയാര്, ഇവരുടെ കൂട്ടത്തിൽ പണ്ഡിത സഭയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിയാര് പറഞ്ഞതാണ് ജിന്നുകൾ കല്യാണം മുടക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ബോർഡ് വെച്ചിട്ടുണ്ടാവും, ഇവിടെ കല്യാണം മുടക്കികളായ ചില ആളുകളുണ്ട്, അവരെ സൂക്ഷിക്കുക, അവരെ എങ്ങാനും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ കൈകാര്യം ചെയ്യുമെന്നുള്ളത്. അപ്പൊ ഇനിയിപ്പോ ചില പള്ളികളുടെയൊക്കെ മുമ്പിലൊക്കെ കാണാം കല്യാണം മുടക്കികളായ ജിന്നുകളെങ്ങാനും ഈ വഴിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ പ്രസിദ്ധീകരിക്കുന്നതാണ് ഞങ്ങൾ എന്നൊക്കെ അവിടെ കാണാം. ജിന്നുകൾ കല്യാണം മുടക്കും. തേങ്ങ വലിച്ചിടുമ്പോൾ ജിന്നിന്റെ മേൽ വീഴാൻ സാധ്യതയുണ്ട്, അപ്പൊ അവ ഉപദ്രവിക്കും. ചൂടുവെള്ളം പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ ജിന്നിന്റെ ശരീരത്തിൽ വീണാൽ ജിന്ന് ഉപദ്രവിക്കും. മേശയുടെ വലിപ്പോ റൂമിന്റെ ഡോറ് അടയ്ക്കുകയോ തുറക്കുകയോ ചെയ്യുന്ന സമയത്ത് അതിനിടയിൽ ജിന്നുകൾ അകപ്പെടാൻ സാധ്യതയുണ്ട്, അപ്പോഴും അവ ഉപദ്രവിക്കും. ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ അടിച്ചും ചവിട്ടിയും തുപ്പിയും അവരെ പുറത്തിറക്കണം. ബെഡ്റൂമുകളിൽ ജിന്ന് രാപാർക്കുകയും റൂമുകളിൽ കിടന്നുറങ്ങുന്ന ആളെ ഉപദ്രവിക്കുകയും ചെയ്തേക്കാം. റൂമിന്റെ അടിയിൽ ഒരാളുണ്ടെന്ന് കൂട്ടിക്കോ, അത് ജിന്നാണെന്ന് പറയാണ്. ഭാര്യ പറയാണത് ജിന്നാണ്, നിങ്ങൾ ഉപദ്രവിക്കണ്ട, പൊയ്ക്കോളാൻ പറഞ്ഞ വാതിൽ തുറന്നിട്ടാൽ മുപ്പേണ്ട് പൊയ്ക്കോളും. ബാത്റൂമുകളിൽ ജിന്നുകൾ കാത്തിരിക്കും. ഒരാൾക്ക് സ്വസ്ഥമായിട്ട് മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റും, ഒരു ജിന്നകത്തുണ്ടെന്ന്. ഇതിന്റെ അകത്തൊക്കെ ജിന്നാണ്. ഒരു നിർഭയത്വം കൊടുത്തൊരു പ്രസ്ഥാനമാണത്. നിർഭയത്വം കൊടുത്തൊരു പ്രസ്ഥാനം. 1924 മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭയുടെ രൂപീകരണം ഉണ്ടായപ്പോൾ ഈ സമൂഹത്തിന്റെ ഇടയിൽ വിശ്വസിച്ചിരുന്ന ഒരു വിശ്വാസാചാരം ഉണ്ടായിരുന്നു. എന്താണ്? ചൈത്താങ്കൂക്ക് എന്ന് പറയുന്ന ഒരു വിശ്വാസം അന്ന് കേൾക്കാമായിരുന്നു എന്ന് മുൻഗാമികൾ പറയുന്നു. അവർ പറയുന്നു ചില സമയങ്ങളിൽ രാത്രികളിൽ ഒരു ശബ്ദം കേൾക്കാം, കൂക്ക് വിളിക്കുന്ന ശബ്ദം, അത് ചൈത്താങ്കൂക്കാണ് എന്ന് പറഞ്ഞാൽ ജിന്ന് ശരീരത്തിൽ കയറി ഉണ്ടാക്കിയ ഉപദ്രവം മൂലം കൂകുന്നതാണ്. അങ്ങനെ എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിറവിയുടെ ആരംഭ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ വിശ്വാസ ആചാരങ്ങളിൽ നിന്നും കാഴ്ചപ്പാടുകളിൽ നിന്നും ശുദ്ധമായ തൗഹീദിലൂടെ നിർഭയത്വത്തിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഈ സമുദായത്തെ കൈപിടിച്ചു കൊണ്ടുവന്ന ഈ പ്രസ്ഥാനത്തിന്റെ അകത്ത് നിന്ന് ഈ ഒരു വിശ്വാസത്തിന്റെ ആളുകൾ ഉണ്ടായി എന്ന് പറയുമ്പോ, ബൈക്കിൽ യാത്ര ചെയ്യുമ്പോ സഹയാത്രികനായി ജിന്നുണ്ടാകും പോലും, എന്നിട്ട് അവർക്ക് ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങിപ്പോകും. കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇനിയുണ്ട് അത്രയും പറയാൻ. സമയത്തിന്റെ പ്രയാസമുള്ളത് കൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. ഈ ഒരു വിശ്വാസം ഈ സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാക്കി. ജിന്നുകൾ സഹായിക്കുമെന്ന ആ ചെറിയൊരു വർത്തമാനത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. ഇതെല്ലാം കേരളത്തിന്റെ മണ്ണിൽ സംസാരിച്ചതാണ്. അപ്പോൾ അപകടകരമായ വിശ്വാസവും കാഴ്ചപ്പാടുകളും ഒരു ഭാഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തെ തകർക്കാൻ വേണ്ടി ഇവിടെ ഉടലെടുത്ത് രൂപപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആദർശത്തിന്റെ ശുദ്ധിയും നമ്മുടെ ആദർശത്തിന്റെ പവിത്രതയും ഈ സമൂഹത്തിന്റെ മുമ്പിൽ അറിയിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. മറ്റൊരു ഭാഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ 2ാം വാക്യമായ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സത്യസാക്ഷ്യത്തിന്റെ 2ാം പദം, അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവരും ഈ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെതിരെ പോകുന്ന ആളുകൾ, പ്രവർത്തിക്കുന്ന ആളുകൾ, ബിദ്അത്തുകൾ കൊണ്ട് ഈ സമൂഹത്തിന്റെ ഇടയിൽ മാലകൾ തീർത്ത ആളുകൾ. അവരിവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താ? അള്ളാന്റെ ദീനിലില്ലാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ. ദീനുമായി തീരെ ബന്ധമില്ല, ദീനുമായി തീരെ അടുപ്പമില്ല, ബിദ്അത്തായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു.
സലഫിയ്യത്തിന്റെ ആളുകൾ ചോദിക്കുകയാണ്, അത് ബിദ്അത്തല്ലേ എന്ന് ചോദിച്ചാ അവര് പറയും, നിങ്ങൾ പ്രസംഗിക്കുന്ന മൈക്ക് ബിദ്അത്തല്ലേ, സ്പീക്കിംഗ് സ്റ്റാൻഡ് ബിദ്അത്തല്ലേ, പള്ളികൾ ബിദ്അത്തല്ലേ, ഇപ്പോൾ ഉണ്ടാക്കുന്ന മിനാരങ്ങളൊക്കെ വെച്ചുണ്ടാക്കുന്ന മദ്രസകൾ ബിദ്അത്തല്ലേ, ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കൽ ബിദ്അത്തല്ലേ? ഇസ്ലാമിന്റെ ഉസൂല് തിരിച്ചറിയാത്തതിന്റെ പേരിൽ, അതല്ലെങ്കിൽ ഉസൂല് തിരിച്ചറിഞ്ഞിട്ടും ജനങ്ങളെ വിഡ്ഢികളാക്കാൻ അത് മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ് അവരാ ചെയ്യുന്നത്. എന്താ ഇസ്ലാമിന്റെ ഉസൂല്, ഈ വിഷയത്തിലുള്ള ഉസൂല്? അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ വാക്കിൽ എല്ലാ ആശയങ്ങളുമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ആശയം എന്താ? ഒരു ഇലാഹുമില്ല, ഗണ്ണിക്കുകയാണ്. എല്ലാ ഇലാഹുകളെയും നിരാകരിക്കുന്നു. ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ഏകത്വത്തെ സ്ഥാപിക്കുകയാണ്. അത് തന്നെയാണ് ഇസ്ലാമിൽ ഇബാദാത്തുകളുടെ വിഷയത്തിൽ എല്ലാം ഉള്ളത്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ അടിസ്ഥാനപരമായി അറിയേണ്ടത്. ഒന്ന്, നമ്മൾ അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനങ്ങൾ ഇബാദത്തുകളുടെ പരിധിയിൽ വരുന്ന അനുഷ്ഠാനങ്ങൾ പെടുന്ന കാര്യങ്ങൾ ഇബാദാത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇബാദാത്തുകൾ അല്ലാത്തത് പിന്നെയുള്ളത് മുആമലാത്തുകളാണ്. ഇബാദാത്തുകളും മുആമലാത്തുകളും തിരിച്ചറിയാത്തതിന്റെ പേരിലാണ് മൈക്ക് ബിദ്അത്താണ്, സ്പീച്ചിങ് സ്റ്റാൻഡ് ബിദ്അത്താണെന്ന് പറയുന്നത്. ഇബാദാത്തുകൾ എന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനം എന്താ? ഇബാദാത്തുകളുടെ അടിസ്ഥാനം എല്ലാ ഇബാദത്തുകളും ഇല്ല എന്നുള്ളതാണ്. ഒന്നുമില്ല. സുബഹി 4 റക്അത്താണോ? ഇല്ല. ളുഹർ 10 റക്അത്താണോ? ഇല്ല. വാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലേണ്ടതുണ്ടോ? ഇല്ല. എല്ലാം ഇല്ല എന്നുള്ളതാണ് ഇബാദത്തുകളുടെ അടിസ്ഥാനം. ഏതൊഴിച്ച്? അള്ളാഹുവും റസൂലും കൽപ്പിച്ചതൊഴിച്ച്. അപ്പൊ അള്ളാഹുവും റസൂലും പറഞ്ഞത് മാത്രമാണ് ഇബാദത്ത്. അതുകൊണ്ടാണ് ആ ഇബാദത്തുകളിൽ, ആരാധനയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ചേർക്കുമ്പോൾ അത് ബിദ്അത്തായി മാറുന്നത്. എന്നാൽ ഇബാദത്തുകളല്ലാത്ത ചില വിഷയങ്ങളുണ്ട്, അതാണ് മുആമലാത്തുകൾ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, അതിന്റെ അടിസ്ഥാനം എന്താ? എല്ലാം ഹലാലാണ് എന്നുള്ളതാണ്. എല്ലാം അനുവദനീയമാണ്. ഏതൊഴിച്ച്? അള്ളാഹുവും റസൂലും നിഷിദ്ധമാക്കിയതൊഴിച്ച്. അപ്പൊ ഒരാൾ ചോദിക്കണുണ്ടോ, ഈ പാത്രത്തിൽ ഈ പാത്രത്തിൽ വെള്ളം കുടിക്കുന്നതിന്റെ വിധി എന്താ? ഹലാലാണ്. ആ പാത്രത്തിൽ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന ഒരു ഹുക്കുമുണ്ടെങ്കിൽ, നിയമമുണ്ടെങ്കിൽ അത് ഹറാമാകും. നമസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന, അത് ബിദ്അത്താണ്. എന്താ കാരണം? അത് റസൂലുള്ളാഹി ചെയ്തിട്ടില്ല. ജാറം കെട്ടിപ്പടുത്തുകൊണ്ട് നടത്തുന്ന ഇന്നത്തെ ഈ ജാറ ബിസിനസ്, അത് റസൂലുള്ളാഹി ചെയ്തിട്ടില്ല, ബിദ്അത്താണ്. അല്ലാഹുവിന്റെ റസൂൽ ചെയ്തിട്ടില്ല. അപ്പം ഇബാദാത്തുകളും മുആമലാത്തുകളും രണ്ടും തിരിച്ചറിയാതെ കണ്ട് മുസ്ലിം സമൂഹത്തെ വഴികേടിലാക്കാൻ വേണ്ടി തലപ്പാവ് ധരിച്ചിറങ്ങിയിരിക്കുന്ന ചില പുരോഹിതന്മാർ, അവർ ഈ സമൂഹത്തെ വസ്വാസിലാക്കിക്കൊണ്ടാണ് അവർ ഈ പറയുന്നത് ഇതൊക്കെ ബിദ്അത്താണ്, മുജാഹിദുകൾ ചെയ്യുന്നതെല്ലാം ബിദ്അത്തുകളാണല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങളുടെ സുന്നത്തായ പ്രവർത്തനങ്ങൾ ബിദ്അത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നതെന്ന് ചോദിക്കും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ ഒരു വ്യക്തതയുടെ കവാടം തുറക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം സലഫി ആദർശത്തിന്റെ അജയ്യതയും അതിന്റെ പവിത്രതയും പ്രത്യേകതയും സൂചിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ മുഖാമുഖത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് പറയുന്ന ആശയ ആദർശങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ അപാകതകളുണ്ട് എങ്കിൽ ചൂണ്ടിക്കാണിക്കാനും, മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് എങ്കിൽ അത് ബോധ്യപ്പെടുത്തി തരാനും, മുജാഹിദ് പ്രസ്ഥാനത്തോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് എങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കാനും, ഞാനിവിടെ പറഞ്ഞ ജിന്ന് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 18ഓളം പരാമർശങ്ങൾ ഞാൻ ഇവിടെ നടത്തി. ആ പരാമർശങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഞങ്ങളുടെ വാദമല്ല എന്ന് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ അത് പറയാനും പറ്റുന്ന ഒരു വേദിയാണ് ഇത്. ഈ വേദി മഗ്രിബിന് ശേഷം കൃത്യമായി ഉപയോഗപ്പെടുത്തണം. പരിപാടിയൊക്കെ കഴിഞ്ഞ്, പാട്ടൊക്കെ കഴിഞ്ഞ്, അവസാനം എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ പറയും ഞങ്ങൾക്ക് ആ വാദം ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് ആ വാദം ഉണ്ടോ ഇല്ലയോ നമുക്കിവിടെ തീരുമാനിക്കാം, പ്രമാണങ്ങൾ കൊണ്ട് മാറ്റുരയ്ക്കാം. നിങ്ങളിവിടെ പറഞ്ഞിരിക്കുന്ന ഏറിൽ നിൽക്കുന്ന ഒരുപാട് നിങ്ങളുടെ ആദർശങ്ങളുണ്ട്, പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ ഏറിൽ നിൽക്കുന്ന ആദർശങ്ങൾ. ആ ആദർശങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് വിധി എഴുതാം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.